പലിശക്കട ഉണ്ടായിരുന്നു, നല്ല പലിശക്കട ഉണ്ടായിരുന്നു. അത് ഇപ്പൊ 1000 രൂപ മേടിച്ചാൽ അതൊരു കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഒരു 10 രൂപയായിട്ടുണ്ടാവും. കായംകുളത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പലിശയാണ്. പിന്നെ അവർ വീട്ടിലേക്ക് വന്നു തുടങ്ങി, നമ്മുടെ വീട്ടിലേക്ക്. അച്ഛന് അന്ന് എണ്ണിച്ചുട്ട അപ്പം മാതിരി ഗവൺമെന്റ് ജോലി, ഞങ്ങളുടെ വീട്ടിൽ ഗവൺമെന്റ് ജോലി അച്ഛന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് ഒരു വിലയില്ലാത്തൊരു ഇതെന്ന് പറയത്തില്ല. ഗവൺമെന്റ് ജോലി ഉണ്ട്, പക്ഷെ എണ്ണിച്ചുട്ട അപ്പം, ഗൾഫുകാരുടെ പൈസയൊന്നും അല്ലല്ലോ. പിന്നെ അച്ഛൻ അത് റോള് ചെയ്യാൻ, ഞങ്ങളെ അറിയിക്കാതിരിക്കാൻ അച്ഛൻ പലിശയ്ക്ക് കടം മേടിക്കും. നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ, ഉണ്ട്, പൈസ എവിടെയാന്നുള്ളത് നമുക്ക് ആ ചോദ്യം അച്ഛൻ പറയില്ല. നിങ്ങളുടെ രണ്ടുപേരുടെയും കാര്യം നടക്കുന്നില്ലേ. പക്ഷെ ഡിഗ്രി ഒക്കെ എത്തിയപ്പോഴത്തേക്ക് അച്ഛനെ എന്നെ പഠിപ്പിക്കാൻ പറ്റാണ്ടായി തുടങ്ങി. അപ്പൊ പറഞ്ഞു, മോളെ ഇനി എനിക്ക് എത്തില്ല പഠിപ്പിക്കാൻ. അപ്പൊ അവിടെ ഞാൻ പറഞ്ഞു, അമ്മ അതിനെന്താ അച്ഛാ, നമുക്ക് ഞാൻ അവിടെ തുണിക്കടയിൽ നിൽക്കാൻ, ഞാൻ സെയിൽസ് ഗേളായിട്ട് പോകണം, എനിക്ക് റെഡിയാണ്. എനിക്ക് അങ്ങനെ ഒരു, നമ്മളങ്ങനെ വന്നൊരു സിറ്റുവേഷനിൽ നിന്നാണ് ഞാൻ പോയിക്കോളാം അമ്മ, അച്ഛാ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഡിഗ്രി കംപ്ലീറ്റ് ആക്കണം എന്ന് എനിക്ക് താല്പര്യമൊന്നുമില്ല. അച്ഛൻ 18ാമത്തെ പിറന്നാൾ കഴിഞ്ഞപ്പോൾ എന്തോ അച്ഛൻ മരിച്ചു, പക്ഷെ ആ ജോലി എനിക്ക് കിട്ടി. ഇപ്പോൾ 22 കൊല്ലമായി ഞാൻ റെയിൽവേ സർവീസിൽ കയറിയിട്ട് TT ആണ്.